ഹലോ പ്രിയപ്പെട്ടവർക്കെല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിപ്പോൾ ചിങ്ങോലി വരിക്കോലിൽ ദേവീക്ഷേത്രത്തിലാണ്. ലോകമാതാവായ ശ്രീ പരാശക്തി ഇവിടെ ശ്രീ ഭദ്രകാളിയായും ശ്രീ ദുർഗാദേവിയായും വസിക്കുന്നു. ആലപ്പുഴ ജില്ലയിലെ ചിങ്ങോലിയിലാണ് വരിക്കോലിൽ ദേവീക്ഷേത്രം. അമ്പലവും അതിനെ ചുറ്റിപ്പറ്റിയുള്ള അന്തരീക്ഷവും ഒരു അമ്മയുടെ ഭാവത്തിലാണ് നിലനിന്ന് പോകുന്നത്. നമുക്കൊരു മാതൃഭാവം അനുഭവപ്പെടും ഇവിടെ എത്തുമ്പോൾ. ഈ അമ്പലത്തെക്കുറിച്ച് കേട്ട ഒരു ഐതിഹ്യ കഥ അതെന്താണെന്ന് വെച്ചാൽ, ശാർങ്ങക്കാവ് ഭഗവതിയും മണ്ണടി ഭഗവതിയും കൂടി ഒരു യാത്രയ്ക്ക് പുറപ്പെട്ടു. അവർ വളരെ ദൂരം സഞ്ചരിച്ച് നമ്മുടെ ഈ ദേശത്ത് വന്നെത്തി. അപ്പോൾ രണ്ടാൾക്കും വിശ്രമം ആവശ്യമായിരുന്നു. കാഞ്ഞൂരിലെത്തി അവിടെ വിശ്രമിക്കാനുള്ള ഇടം നോക്കുമ്പോൾ അവിടെ ഉണ്ടായില്ല, വിശ്രമസ്ഥലം ഇല്ലായിരുന്നു. അപ്പോൾ വെട്ടിക്കുളങ്ങരയിലേക്ക് വന്നു. അപ്പോൾ കാർത്യായനി അമ്മ പറഞ്ഞു, ആയിക്കാട് കരയിൽ എൻ്റെ വക കുറച്ച് ഭൂമിയുണ്ട്, നിങ്ങൾ രണ്ടാളും അവിടെ വിശ്രമിച്ചോളൂ എന്ന് പറഞ്ഞു. അങ്ങനെയാണ് ഈ ഭഗവതിമാർ രണ്ടുപേരും വരിക്കോലിൽ എത്തിയത്. പിന്നെ മറ്റൊരു കഥ, പണ്ട് ഇവിടെ ഒരു യോഗീശ്വരൻ ഉണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ ഉപാസനാമൂർത്തികളായിരുന്നു ഈ ഭഗവതിമാരെന്നും ഒരു കഥയുണ്ട്. ഇവിടുത്തെ പ്രധാന ഉപദേവതാ സ്ഥാനത്തുള്ളത് നാഗദൈവങ്ങളും സുബ്രഹ്മണ്യനും ഖണ്ഡാകർണൻ, യോഗീശ്വരൻ എന്നിവരാണ്. മലയാള മാസത്തിലെ ചിത്തിര നക്ഷത്രം, എല്ലാ മലയാള മാസത്തിലെയും ചിത്തിര നക്ഷത്രത്തിൽ ഇവിടെ നട തുറന്ന് പൂജയുണ്ട്. മാസത്തിൽ ഒരു തവണ മാത്രമേ നട തുറന്ന് പൂജയുള്ളൂ. ആ സമയത്ത് ഭഗവതിയോട് നന്മയുള്ള ഹൃദയത്തോടെയും നിഷ്കളങ്കമായും ആത്മാർത്ഥമായും എന്ത് പ്രാർത്ഥിച്ചാലും ഭഗവതി അത് സാധിച്ചു തരുന്നതാണ്. മഹാപ്രപഞ്ചം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന ശക്തി സ്വരൂപമാണല്ലോ ഭഗവതി. ആ ഭഗവതി ഇവിടെ വനദുർഗാ ഭാവത്തിലും ശ്രീഭദ്രകാളി ഭാവത്തിലും കുടികൊള്ളുകയാണ്. അപ്പോൾ എത്രമാത്രം ശക്തിയായിരിക്കും, എത്രമാത്രം ഐശ്വര്യമായിരിക്കും ഇവിടെ ഒന്ന് പറഞ്ഞറിയിക്കേണ്ടതില്ലല്ലോ. ഞാൻ ഈ വീഡിയോ എടുക്കുന്നത് ഇവിടുത്തെ ഉത്സവത്തിൻ്റെ സമയത്താണ്. ഉത്സവം വരുന്നത് ഇടവമാസം 1, 2 അപ്പോൾ അവിടെ പൊങ്കാല അതുപോലുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ആ സമയത്തെടുത്ത ഒരു വീഡിയോ ആണിത്. അമ്പലം പൂക്കളെല്ലാം അലങ്കരിച്ച് അങ്ങനെ. അമ്പലവും അതിൻ്റെ പരിസരവും കൂടുതൽ മനോഹരമാക്കുന്നതിൽ ഒരു പ്രധാന പങ്ക് ഈ കാവിനാണുള്ളത്. പേരറിയാത്ത കുറേ മരങ്ങളും വള്ളിച്ചെടികളും അവിടെ ഒരു കൂടാരം പോലെ നിൽക്കുകയാണ്. അത് അവിടുത്തെ ഒരു പ്രകൃതിക്ക് ഒരു കുളിർമ പകരുന്നുണ്ട്. അതിൻ്റെതായ പരിവൃത്തി ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ദുഃഖം വീണ്ടും കൊണ്ട് ഏറുകയുള്ളൂ. മാത്രമല്ല, ദേവീ സാന്നിധ്യമുള്ള ക്ഷേത്രസന്നിധി എന്ന് പറയുമ്പോൾ ഉത്സവ ദിവസം രാവിലെ പൊങ്കാലയും പ്രഭാഷണം, ഭാഗവത പാരായണം തുടങ്ങിയ കാര്യങ്ങൾ, പിന്നെ ഉച്ചയ്ക്ക് അന്നദാനം ഉണ്ടായിരുന്നു. അതെല്ലാം കഴിഞ്ഞാൽ വൈകുന്നേരം കോലമുണ്ട്. അമ്മയുടെ ഏറ്റവും ഇഷ്ടപ്പെട്ട വഴിപാടാണ്. അപ്പോൾ നമ്മളത് ചെയ്യുന്ന വീട്ടിൽ പോയിട്ടുണ്ടായിരുന്നു. അവിടെ കോലം എഴുതുന്നതിൻ്റെ കുറച്ച് കാഴ്ചകളാണിത്. കോലത്തെക്കുറിച്ച് ഞാൻ ഓൾറെഡി ഒരു വീഡിയോ ചെയ്തിട്ടിട്ടുണ്ട്, അതിൻ്റെ ഡീറ്റെയിൽഡായ കാര്യങ്ങൾ. ഇതൊരു ദ്രാവിഡ സംസ്കാരമാണ് കോലം വഴിപാട് അങ്ങനെയുള്ള കാര്യങ്ങൾ. ദ്രാവിഡ ആരാധനാ രീതിയാണിത്. കോലം വഴിപാട് നടത്തുന്ന വീട്ടിൽ രാവിലെയും ഉച്ചയ്ക്കും വൈകുന്നേരവും ഭക്ഷണം ക്രമീകരിച്ചിട്ടുണ്ടായിരിക്കും. അതിൻ്റെ ഒരു കാഴ്ചകളാണിത്. അന്നദാനം അത്രയും മഹത്തരമായിട്ടാണ് നമ്മൾ കാണുന്നത്. എഴുതി പൂർത്തീകരിച്ച ഈ കോലം താളമേളങ്ങളുടെയും താലപ്പൊലിയുടെയും ഒക്കെ അകമ്പടിയോടുകൂടി ക്ഷേത്രത്തിലേക്ക് ഇനി കൊണ്ടുപോകും.
കോലം ക്ഷേത്രത്തിൽ എത്തിച്ചു കഴിഞ്ഞാൽ ദേവിമാരുടെ എഴുന്നള്ളത്താണ് പിന്നീടുള്ളത്. അപ്പോൾ ആ എഴുന്നള്ളത്തിൻ്റെ കാഴ്ചകളാണ് ഈ കാണുന്നത്. ഈ പന്തം കടിക്കുന്ന ഒരു ആചാരം, അത് ഞാൻ മറ്റെവിടെയും കണ്ടിട്ടില്ല, വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി. അപ്പോൾ അതൊക്കെയാണ് വരിക്കോൽ അമ്പലത്തിൻ്റെ വിശേഷങ്ങൾ, ഉത്സവ കാഴ്ചകൾ. എന്നെക്കൊണ്ട് കഴിയുന്നത് പോലെ ഏറ്റവും മാക്സിമം ഭംഗിയാക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. കുറവുകളുണ്ടെങ്കിൽ ക്ഷമിക്കുക. ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. താങ്ക് യു ഫോർ വാച്ചിങ്. എല്ലാവർക്കും ദേവിമാരുടെ കൃപയുണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ബൈ.